ഹലോ, അപ്പം ഇന്ന് കാലത്ത് കടലക്കറിയും പൂരിയും ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്കുള്ള വെള്ളം ആദ്യം വെച്ചു. അതിനുശേഷം ഞാൻ പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് കടലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം, അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ എല്ലാതും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് പിന്നെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് വറവിടുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഈ കറി നമ്മളുടെ പാറുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂരിയിലേക്ക് ഞങ്ങൾ സാധാരണ പൂരിക്ക് ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കാറ്. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പറയും ഒരു ദിവസം അമ്മ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങനെ കടലക്കറി ഉണ്ടാക്കിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പുട്ടിലേക്ക് മാത്രമാണ് ഈ ഒരു കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് രസമാട്ടോ, പൂരിക്കും രസമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഗ്രീൻ പീസ് ഉണ്ടാക്കണോണ്ട് ഉണ്ടാക്കാറില്ല എന്ന് മാത്രം. ഇപ്പം ഇന്ന് പാറുട്ടിയുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഈ കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കും കേട്ടോ. അപ്പോൾ നല്ല കളർ വരും. ഇപ്പോൾ കളറില്ലാത്ത നോക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ നല്ല കളറാവും. പിന്നെ കറിയുടെ പരിപാടിയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കഴിച്ചു. അതിനുശേഷം ലാസ്റ്റാണ് ഭൂരി ചൂടാൻ നിന്നത് കേട്ടോ. ഭൂരി ആകുമ്പോൾ പിന്നെ നമുക്ക് അതായത് വേഗം പോകേണ്ടവർക്ക് വേഗം കഴിക്കാമല്ലോ. പിന്നെ ഞാൻ അതായത് 2 ഭൂരി ഇതുപോലെ കറി ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രുദ്രുവിന് കൊടുക്കുകയാണ്. ഞാൻ ചായ കുടിച്ചു. രുദ്രു ഞങ്ങൾ കഴിക്കണ നേരത്ത് കഴിച്ചിരുന്നില്ല. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി ഞാൻ കുതിർത്താൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ചായ കൊടുത്തു. അപ്പോൾ രുദ്രുവിനൊക്കെ ചായ കൊടുത്ത് ഞാൻ ഉറക്കി. അതിനുശേഷം ഞാൻ ഉപ്പേരിയുടെ പരിപാടിക്ക് കിടന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കാബേജും കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംഭവം നല്ല വേവിച്ച് നല്ല വാടി വന്നാൽ കഴിക്കാൻ രസമാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ സംഭവം ഉപ്പേരിയൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ തിരുമ്പലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കി. ഇപ്പോഴത്തെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും കയറി ചമ്മന്തികൾ ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെതായ കുറേ വീഡിയോസ് കാണും. എന്നിട്ട് ഇതിലൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൽ ഇതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയൊരു ചമ്മന്തിയാണിത്. ഇത് ചെറുള്ളി കൊണ്ട് ഉണ്ടാക്കണതാണ്. പക്ഷേ ഞാൻ സബോള എടുത്തത്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും 2 നേരത്തിന് കിട്ടണമെങ്കിൽ അത് എന്തായാലും സബോള എടുത്താലും നടക്കുള്ളൂ. പിന്നെ അത്രയും ക്വാണ്ടിറ്റിയിൽ ചെറുള്ളി നേരാക്കി എടുക്കുക പറഞ്ഞാൽ എന്നെ പോലത്തെ മടിച്ചിക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.